നിനക്ക് എപ്പോഴും ഈ ഒരു വിചാരമുള്ളൂ? എനിക്ക് നിന്നെ കണ്ടിട്ട് വല്ലതും തോന്നണ്ടേ ശ്രുതി? എന്താ റാമിന്റെ ശരിക്കുള്ള പ്രശ്നം? നീ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല ശ്രുതി. എൻ്റെ ഫാന്റസീസ് ഒന്നും പറയാനുള്ള ലെവൽ ഇല്ല നിനക്ക്. എല്ലാം മനസ്സോറും സംസാരിക്കണം, അല്ലാതെ എങ്ങനെയാ അറിയുന്നേ? തുറന്ന് സംസാരിക്കാം. എൻ്റെ ഫ്രണ്ട് മനു ഇല്ലേ, അവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവൻ്റെ ഭാര്യ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നിനക്കറിയാം. റാമൻ ഉളുപ്പില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഇയാൾ ഇത്ര ചീപ്പായിരുന്നോ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇമോഷണലി കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എത്ര നാളെ ഞാൻ ഈ അവഗണന സഹിച്ച് ജീവിക്കും? ഇടി, ഇനി അയാൾക്ക് വേറെ വല്ല ബന്ധമുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംശയം തോന്നില്ലേ? ഇത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കറിയാലോ എൻ്റെ പ്രശ്നം. ഇതിപ്പോൾ എത്ര നാൾ അവളുടെ അടുത്ത് നിന്ന് ഒളിച്ചും ഒഴിഞ്ഞു മാറി ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് ഞാൻ അവളുടെ അടുത്ത് ചെയ്യുന്നത് എന്ത് ക്രൂവലാണെന്ന് നിനക്കറിയാം. നീ ഇങ്ങനെ നാണിച്ചിരുന്നിട്ടല്ലേ നിന്നോട് ഞാൻ പറഞ്ഞാണ് ഡോക്ടറെ പോയി കാണിക്കാൻ. നീ കേട്ടില്ല. നിനക്ക് അവിടെ പോയി കുമ്പസരിക്കാൻ മടിയല്ലേ? ഈ ഡോക്ടറെ അടുത്ത് പോകുന്ന കാര്യം നാട്ടുകാരെങ്കിലും കണ്ടാലോ, നമ്മുടെ ഓഫീസിൽ അറിഞ്ഞാലോ? പിന്നെ ഞാൻ ആണാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമുണ്ട്? എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാ. അവൾ പറഞ്ഞു ഡയറ്റൊക്കെ നോക്കി ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ ഭർത്താവിന് തോന്നുന്ന ഈ അകൽച്ചയൊക്കെ മാറുമെന്ന്. അതുകൊണ്ട് ഞാൻ ജിമ്മിൽ കൂടെ ചേർന്നാലോ എന്ന് ആലോചിക്കുക. എന്ത് ചെയ്താലും ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രുതി. ഇത് നിന്റെ ശരീരത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. എന്നോടൊന്നും വിളിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം തനിക്ക് കിട്ടേണ്ടതൊന്നും അവനിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് പീഡിയാണ്, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവന് സ്ത്രീകളോടൊക്കെ അടുക്കാനൊരു പേടിയാണ്. ഇങ്ങനെ ഒരുത്തൻ്റെ ഭാര്യയാവുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും ശ്രുതി. സോ ഞാൻ തൻ്റെ ഫ്രണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് നോക്കിയാലോ?